ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധികമായ അഭിഷേകം ഈ ശുശ്രൂഷയിലേക്ക് നമ്മെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 2021 ഈ വർഷത്തിൻ്റെ സമാപന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2022 പുതുവർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നയിക്കുമ്പോൾ ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, അധികമായ അഭിഷേകം നൽകണമേ. 2022 കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, എവിടെയും ധീരതയോടെ കർത്താവിനെ ഏറ്റുപറയുവാൻ, വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും കൃപയിലും ആത്മശക്തിയിലും വളരുവാൻ കർത്താവേ കൃപ ചെയ്യണമേ എന്ന് നമുക്കെല്ലാം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഒരുപാട് നന്ദി പറയുവാൻ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മഹാമാരിയുടെയും ഘോരഘോര പകർച്ചവ്യാധികളുടെയും കഠിനമായ പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മളെല്ലാം നട്ടം തിരിഞ്ഞൊരു വർഷമായിരുന്നു 2021. എന്നാൽ ഈ കഠിനമായ പ്രതിസന്ധികളിലും അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് നമ്മെ വിശ്വസ്തയോടെ കരം പിടിച്ച് നയിച്ചു. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ നമുക്ക് ഒരുപാട് മാനസികമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചു. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ എത്ര വിശ്വസ്തയോടെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. 103-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, 2-ാം വചനത്തിൽ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. 2021 കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത്, പരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത്, വിശ്വസ്തയോടെ സൂക്ഷിച്ചതിനായി, നമ്മളെ കരുതിയതിനായി, നമ്മളെ സംരക്ഷിച്ചതിനായി, നമ്മളെ പോറ്റി പുലർത്തിയതിനായി, നമ്മളെ ഓരോരുത്തരെയും ബലത്തോടെ നിർത്തിയതിനായി ശങ്ക തുറന്ന് നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി 46-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം. 2022 നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്താ പരിശുദ്ധാത്മാ പറയുന്നത്? ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഒഴുകുന്ന ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ സന്തുഷ്ടമാക്കി ഒഴുകുന്നൊരു നദി. ഈ നദിയാണ് പരിശുദ്ധാത്മാവ്. ഒരു നദി പോലെ പരിശുദ്ധാത്മ പ്രവാഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകരാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരു നദി പോലെ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ആത്മീയ കൂട്ടായ്മകളിൽ, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ജീവനദിയായി, ആത്മനദിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രവാഹം ഒഴുകപ്പെടുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഒരു നദി പോലെ ഒഴുകണമേ, ഒരു നദി പോലെ ഒഴുകണമേ. അനേക ആയിരങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ഹോളി സ്പിരിറ്റ് ഒഴുകുക, ഒഴുകുക, ഒഴുകുക. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വചനം. അവിടെ എന്താ ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. വിശുദ്ധ യോഹന്നാൻ പ്രവചനാത്മാവിൽ കാണുകയാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെയും സിംഹാസനത്തിൽ നിന്ന് സ്ഫടികം പോലെ തെളിഞ്ഞ ജീവജലത്തിന് നദി ഒഴുകപ്പെടുകയാണ്. ഈ നദി ഹോളി സ്പിരിറ്റ് ആണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2022 കർത്താവ് കരം പിടിച്ച് നമ്മളെ നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്താൽ ഒരു നദി പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകത്തിന് കുത്തൊഴുക്കുണ്ടാകുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അവർ മാത്രം ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ.
പവർ 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 അനേകരിലേക്ക് അഭിഷേകത്തിന്റെ സ്പാർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സമയമാണ്. ആരും ചുമ്മാ ഇരിക്കരുത്. ഹൃദയം തുറന്ന് ആഗ്രഹിക്കണം, ചങ്ക തുറന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഒരു നദി പോലെ എന്റെ മേൽ ഒഴുകണമേ. ആത്മശക്തിയുടെ പ്രവാഹത്തിൽ എന്നെ മൂടണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തലമുറകൾ അനോയിന്റ് ചെയ്യണമേ. ആഗ്രഹിച്ച കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit, Holy Spirit, ഒഴുകുക. നദി പോലെ, നദി പോലെ, നദി പോലെ ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ഒഴുകണമേ. 2021 നൽകപ്പെട്ട എല്ലാ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, പരിപാലനെ ഓർത്ത് നന്ദിയപ്പാ, നന്ദിയപ്പാ. Thank you, Holy Spirit. Amen, amen, amen. ശക്തിയോടെ ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് ആത്മനദിയുടെ പ്രവാഹം, അഭിഷേകത്തിന്റെ സ്പാർക്ക്, ദൈവശക്തിയുടെ വ്യാപനം കർത്താവേ നൽകണമേ. ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ നന്ദിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധി. ഒരു പുതിയ അഭിഷേകത്തിനായി പകരുക. ആമേൻ, ആമേൻ. തന്നിടും എന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധി. പെന്തക്കോസ്ത് നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ ഒന്ന് ആഗ്രഹിച്ചൊന്ന് പാടിക്കേ. ആത്മാവിന്റെ കാറ്റ് വീശുന്ന സമയം, സ്പിരിറ്റ് മൂവ്. ആയിരങ്ങൾ വീശുക. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ 2022 അഭിഷേകം കർത്താവേ നൽകണമേ. കർത്താവേ പകരണമേ. ഞങ്ങളെ മേൽ അയക്കണമേ. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. സ്പിരിറ്റ് ഹൃദയങ്ങളെ തൊടുക, ജീവിതങ്ങളെ സ്പർശിക്കുക. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ച. ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാടുകേ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ ഒഴുകണമേ, ഒഴുകണമേ. ഭാരങ്ങള്, അസ്വസ്ഥതകള്, ആകുലതകള്, വിഷാദങ്ങള്, നിരാശകള്, രോഗപീഠകള്, മാനസിക ബുദ്ധിമുട്ടുകള് എല്ലാം അഭിഷേക ശക്തിയാൽ, ആത്മനദിയുടെ പ്രവാഹത്താൽ, പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ നീങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. സ്പിരിറ്റ് അനോയിന്റ്, അനോയിന്റ്. ആദ്യം 100 നിന്ദാസ് മർക്കോസിൻ മാളികയിൽ കർത്താവേ പകരുക, കർത്താവേ പകരുക. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കാം. എല്ലാവരും ഒരുമിച്ചൊരു മനസ്സോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് ഉയർത്തിയടിച്ച് ആമേൻ, ആമേൻ. എല്ലാവരും ചേർന്ന് ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, ആഗ്രഹത്തോടെ വിളിച്ച്. ആത്മാവേ, ആത്മാവേ, ആത്മാവേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. ഒരു നദി പോലെ കവിഞ്ഞൊഴുകട്ടെ.
ആമേൻ. Spirit move, move. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക്, ഗോത്രങ്ങളിലേക്ക്, ഓരാത്മാവിലേക്കും പരിശുദ്ധാത്മാവേ ഒഴുകണമേ, ഒഴുകണമേ. നദി പോലെ, നദി പോലെ, നദി പോലെ ഒഴുകണമേ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, വിഷാദങ്ങൾ, നിരാശകൾ പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. റിലീസ് പവർ, 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 പവർ. ഇരു കരങ്ങളും ഉയർത്തി ചങ്ക തുറന്ന് നിങ്ങൾ ദാഹത്തോടെ വിളിക്കേ, സ്നേഹത്തോടെ വിളിക്കേ, വിശ്വാസത്തോടെ വിളിക്കേ. പരിശുദ്ധാത്മാവേ 2022 പുതിയ അഭിഷേകം, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് പവർ എന്റെ മേൽ ഇടുക, എന്റെ മേൽ പകരുക. എന്റെ കുടുംബത്തിന് മേൽ, തലമുറയുടെ മേൽ, സമൂഹത്തിന് മേൽ കർത്താവേ പകരണമേ. ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനസ്സോടെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit, Holy Spirit. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഒരു സെക്കൻഡ് എല്ലാവരും കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടുകൂടെ ഇന്ന് നമുക്ക് ഏകദേശം ഒരു 2-2.25 മണിക്കൂറേ ഉള്ളൂ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ പുതുവർഷത്തിന്റെ സകല നന്മകളാൽ ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ അഭിഷേകത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം ഇറങ്ങി വരുവാൻ ഹൃദയം തുറന്ന് 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 പ്രാർത്ഥിക്കുക. ദൈവമക്കളെ എല്ലാവരും കാര്യങ്ങൾ തുറന്ന് പിടിച്ച് പരിശുദ്ധാത്മാവ് ജീവനോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് പല വ്യക്തികളെയും തന്റെ തീ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. പല കുടുംബങ്ങളിലേക്കും ആത്മാവിന്റെ നവമായ അഭിഷേകം കടന്നു വരുന്നു. പിശാച് കെട്ടിവെച്ച പല ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കുന്നു. റിലീസ്. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില ആത്മാക്കളിലേക്ക് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നു. ദാഹത്തോടെ 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 പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും കരങ്ങൾ തുറന്നു പിടിച്ച പ്രകാരം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കോസ്തായി ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ ദിനങ്ങളിൽ ആവർത്തിക്കണമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പെന്തക്കോസ്തായി 2022 ഈ വർഷത്തിൽ ഞങ്ങളുടെ മേൽ, സഭയുടെ മേൽ, ലോകരാജ്യങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ ആവർത്തിക്കണമേ, ആവർത്തിക്കണമേ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഒരു സെക്കൻഡ് വലത് കരം ഉയർത്തിപ്പിടിച്ച് എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് തിരുവചനം കേൾക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവ് നടത്തിയ എല്ലാ വഴികളോർത്ത് നന്ദി പറയും. മക്കളെ കണ്ണീരോടെ നന്ദി പറ. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്, എന്തുമാത്രം നന്മകളാണ് ഈ 2021 കർത്താവ് ചൊരിഞ്ഞത്. ഇതിനെല്ലാം ഓർത്ത് നന്ദിയോടെ യെസ് വലതുകരം ഉയർത്തി ഒരുമിച്ച് സ്നേഹത്തോടെ നമ്മൾ ഏറ്റുപറയുകയാണ്. താങ്ക് യു ലോർഡ്. കഴിവല്ല നിൻ കൃപയാണേ, ദയയല്ല നിൻ ദയയാ. എല്ലാവരും ചേർന്ന് കർത്താവേ നിന്റെ കൃപയാണ്, കർത്താവേ നിന്റെ ദയയാണ്.
നമ്മൾ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയാണ് നമ്മുടെ വളർച്ച, നമ്മുടെ നിലനിൽപ്പ് എല്ലാം കർത്താവിന്റെ ദയയാണ്. നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ഞങ്ങൾ ഏറ്റു പറയുന്ന ബലമല്ല ദയയാണേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈ 2021 സ്വർഗം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറയുകയാണ്. 2022 ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരു പുത്തൻ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ആമേൻ. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളേറെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ അരൂപി നമുക്ക് തരുന്ന ആലോചനകളെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 2022 പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മോട് പറയുവാനുള്ള ദൂത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മനസ്സ് എപ്രകാരമാണ് നമ്മെക്കുറിച്ച് വിചാരിക്കുന്നത്? ആത്മാവിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഓരോ ആലോചനയും സ്വീകരിക്കുവാൻ വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ജോയേൽ പ്രവചനം 2:28 നമുക്കറിയാവുന്ന മനോഹരമായ ഒരു വചനമാണ്. അതൊരു പ്രൊഫസിയാണ്, ഒരു പ്രവചനമാണ്. കാലത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയൊരു പ്രവാചക വചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ശ്രദ്ധിക്കണം, ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. കർത്താവിന്റെ ആത്മാവ് സഭയ്ക്ക് നൽകുന്ന പ്രവചന ദൂതാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കൂട്ടായ്മകൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, സമർപ്പിത സമൂഹങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതാണിത്. എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ, റൂഹായെ ഞാൻ വർഷിക്കും. പെന്തക്കുസ്ത ദിനത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ മനസ്സിലാക്കണം, കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ സർവശക്തനായ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതിലൂടെ സഭ ജന്മം കൊള്ളുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:2 കാണുന്നുണ്ട്, പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. പെട്ടെന്ന്, പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കൊടുങ്കാറ്റിന്റെ ആരവത്തോടു കൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങൾ, അത് സഭയിൽ ആവോളം ഈ നാളുകളിൽ പ്രബലപ്പെട്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 വർഷമായിട്ടും ഈ കാറ്റ് നിലച്ചിട്ടില്ല. ഇന്നും ശക്തിയോടെ ലോകരാജ്യങ്ങളുടെ മേൽ, ഭൂഖണ്ഡങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ, ഗോത്രങ്ങളുടെ മേൽ, ഭാഷക്കാരുടെ മേൽ, കർത്താവിന്റെ സഭയുടെ മേൽ ഈ കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഈ കാറ്റിന്റെ അടയാളങ്ങളാണ് ഇന്ന് സഭയിൽ, ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാവിധത്തിലുള്ള ദൈവ പ്രവർത്തികള്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. എല്ലാവരും വചനം ശ്രദ്ധിച്ചേ. കാറ്റ് എങ്ങോട്ടാ വീശുന്നത്? നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല, കാറ്റിന് ഇഷ്ടമുള്ളിടത്തേക്കാണ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശി അടിക്കുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, കഴിഞ്ഞ വർഷങ്ങൾ പോലെയല്ല,
2022 ഞങ്ങൾ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായി കാറ്റ് വീശണം, അഭിഷേകത്തിന്റെ കാറ്റ് വീശണം, പ്രവചനങ്ങളുടെ കാറ്റ് വീശണം, കൃപയുടെ കാറ്റ് അടിക്കണം, വിശുദ്ധിയുടെ കാറ്റ് വീശണം, പ്രാർത്ഥനയുടെ കാറ്റ് ഊതണം. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഓ ജീസസ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രസാദകരമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ട. എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുവാൻ നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താണ്? നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടണം. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന് നന്നായി അങ്ങ് ബോധിക്കണം. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ അവന്റെ കാറ്റ് വീശും, അവന്റെ ശക്തി ഇറങ്ങും, അവന്റെ തീ കത്തും, അവന്റെ അഭിഷേകം വ്യാപിക്കും. അപ്രകാരമുള്ള സമൂഹങ്ങളിലേക്ക്, സമർപ്പിത കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, ആത്മീയ മിനിസ്ട്രികളിലേക്ക് എല്ലാം ഈ കാറ്റ് വീശിയടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഡെഡായി പോകും, നമ്മൾ നിർജീവത്വത്തിലേക്ക് പോകും. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ വെറും കാട്ടിക്കൂട്ടലുകളായിട്ട് മാറും. ദൈവത്തിന്റെ വചനം പറയാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ എന്റെ മേൽ വീശിയടിക്കട്ടെ. എന്റെ കുടുംബങ്ങളിലേക്ക് കാറ്റ് വരട്ടെ, എന്റെ കൂട്ടായ്മയിലേക്ക് കാറ്റടിക്കട്ടെ, എന്റെ സമൂഹത്തിലേക്ക്, ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ മേൽ ഈ കാറ്റ് ഊതട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വെറും ഇതൊരു വൈകാരികമായൊരു തള്ളിച്ചയല്ല പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളാണ്. ചില ജീവിതങ്ങളെ അവൻ തൊടുന്ന സമയമാണ്. ആഗ്രഹിക്കണം, ചങ്കു തുറക്കണം. പാറ പോലെ എനങ്ങാ പാറകളായി ആരും ഇരിക്കരുത്. വളരെ സെൻസിറ്റീവ് ആകണം. നമ്മുടെ ഇടയിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയോടും സാന്നിധ്യത്തോടും നമ്മൾ വളരെ സെൻസിറ്റീവ് ആകുക. ഇന്ന് രാത്രിയിൽ കർത്താവ് തരുന്ന ആലോചന ഇതാണ്: അഭിഷേകം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ, എന്നിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് വെളിപ്പെടുന്നത്? 2022 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഈ അധികമായ അഭിഷേകം ഏറ്റെടുത്ത് വേണം നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഉറപ്പോടെ നിൽക്കുവാൻ. ഒന്നാമത്, അഭിഷേകം നമ്മിൽ വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ മറ്റൊരു മനുഷ്യനായി, ഒരു പുതിയ മനുഷ്യനായി, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, മനോഭാവങ്ങൾ, സംസാര രീതികൾ, പ്രവർത്തന ശൈലികളിലെല്ലാം അടിമുടി മാറ്റം. നീയൊരു മറ്റൊരു മനുഷ്യനായി, പുതിയ മനുഷ്യനായി മാറ്റപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. പിന്നെ എന്താ സംഭവിക്കുന്നത്? മറ്റൊരു മനുഷ്യനായി നീ മാറും. ഈ ദൂത് ശ്രദ്ധിച്ചേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. എന്താണ് ദൈവത്തിന്റെ അരൂപി പറയുന്നത്? അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ, ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ നീയും മറ്റൊരു മനുഷ്യനായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾ മാറ്റപ്പെടും. ഹൃദയത്തിൽ ദുഷിപ്പ്, വിഷാദം, ദുഃഖം, നിരാശ, നൊമ്പരങ്ങൾ, മുറിവുകൾ ഇതെല്ലാം ഉണങ്ങപ്പെടുകയാണ്. ഇതെല്ലാം മാറ്റപ്പെടുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, ചിന്താഗതികൾക്ക്, സംസാര രീതികൾക്ക്, പ്രവർത്തന ശൈലികൾക്കെല്ലാം ആകമാന മാറ്റം സംഭവിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞില്ലേ,
ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭയിൽ 1990 തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, വർഷങ്ങളോളം ഈ ആത്മാവിന്റെ കാറ്റ് ശക്തമായി കേരള സഭയിൽ ആഞ്ഞു വീശുകയും മക്കളെ, പോട്ട ഡിവിയൻ ശുശ്രൂഷകളിലൂടെ ജനലക്ഷങ്ങളുടെ മേൽ കാറ്റ് വീശിയടിച്ചു. ആത്മാവിന്റെ തീ സാന്നിധ്യം ഇറങ്ങി എത്രയെത്രയോ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി. കടുത്ത നിരീശ്വരവാദികളായിരുന്ന എത്രയോ ജീവിതങ്ങള് അവർ ധീരതയാർന്ന അഭിഷേകമുള്ള സുവിശേഷ പ്രഘോഷകരായി മാറ്റപ്പെട്ടു. നമുക്കറിയാം, ആലപ്പുഴ പട്ടണത്തെ വിറപ്പിച്ച ഇറച്ചി ആൽബീൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരക്തം നാടൻ ചാരായത്തിൽ കലർത്തി കുടിക്കിയ ആ മനുഷ്യനെ ഹരമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറച്ചി ആൽബിന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ആത്മാവിന്റെ സ്പാർക്ക് ഉണ്ടായപ്പോൾ, അഭിഷേക കാറ്റടിച്ചപ്പോൾ, ആ കഠിനമായ ഹൃദയം, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പാപത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഇറച്ചി ആൽബീൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധാത്മാവായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയെത്ര ഇതുപോലെയുള്ള കഠിനമായ ഹൃദയങ്ങളെ പരിശുദ്ധാത്മ മാറ്റിയെടുത്തു. മദ്യപാനികള്, വ്യഭിചാരികള്, കുടുംബം തകർന്നു പോയവര്, ഈ ലോകത്തിന്റെ പിടിയിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരുന്ന ജനലക്ഷങ്ങള് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അവരുടെ മേൽ വീശിയപ്പോൾ അവർ മറ്റൊരു മനുഷ്യനായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2022 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. വിശ്വാസ ജീവിതത്തിന് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കണം. കർത്താവിന്റെ വചനത്തിൽ വളരുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, കൃപയിൽ വളരുവാൻ, അഭിഷേകത്തിൽ വളരുവാൻ ഞാൻ വില കൊടുക്കും. പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന സകല പാപങ്ങളെയും ഞാൻ വിട്ടുപേക്ഷിക്കും. പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം. അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കരുത്ത് നിനക്ക് ലഭിക്കുന്നു. ജീസസ് ദാനിയേൽ പ്രവചനം 1:8 കാണുന്നുണ്ട്. പ്രവാചകനായ ദാനിയേൽ തീരുമാനമെടുക്കുകയാണ്. രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടു അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടു ഞാൻ മലിനപ്പെടുകയില്ല എന്ന് ദാനിയേൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഈ വചനം കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളെ, തീരുമാനങ്ങൾ എടുക്കുക. അഭിഷേകമുള്ളവർക്ക്, പരിശുദ്ധാത്മാവിന്റെ ഈ തീ സാന്നിധ്യമുള്ളവർക്ക് തീരുമാനങ്ങളിൽ ബലത്തോടെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പൂർവ്വ ജോസഫിന് തീരുമാനമുണ്ടായിരുന്നു. എന്താ തീരുമാനം? എന്റെ കർത്താവിനെതിരായി ഞാൻ പാപം ചെയ്ത് എന്റെ കർത്താവിനെ വേദനിപ്പിക്കില്ല. രാജ്ഞിയായ എസ്തേർ തീരുമാനമുണ്ടായിരുന്നു. എന്റെ കർത്താവിലല്ലാതെ മറ്റൊന്നിലും, ഈ ലോകത്തിന്റെ ഒരു സുഖഭോഗത്തിലും, ഈ ലോകത്തിന് നശ്വരമായ ഭോഗേച്ഛകളിലെ ഈ ലോകം നീട്ടിത്തരുന്ന ഒന്നിലും ഞാൻ സന്തോഷം കണ്ടെത്തുകയില്ല. അവൾ വലിയൊരു സാമ്രാജ്യത്തിന് രാജ്ഞിയായിരുന്നു. എന്നിട്ടും അവൾ തീരുമാനമെടുത്തു, ഞാൻ എന്റെ കർത്താവിലല്ലാതെ മറ്റൊന്നിലും ആനന്ദം കണ്ടെത്തുകയില്ല. ഹല്ലേലൂയ. എത്ര പവർഫുള്ളായ ഡിസിഷനാ പ്രിയപ്പെട്ടവരെ. ഈ ഒരു ആത്മനിറവിലേക്കാണ് പരിശുദ്ധാത്മ നമ്മളെ വിളിക്കും. വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുക്ക്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ വെട്ടിമുറിക്ക്. നീ പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്ന പെരുമാറ്റ രീതികള്, സംസാര രീതികള്, അത്തരത്തിലുള്ള കാഴ്ചകള്, കേൾവികള്, സംസാരങ്ങള് എല്ലാം നീ വെറുത്തുപേക്ഷിക്ക്. കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ മറ്റൊരു മനുഷ്യനായി മാറും. ഈ ഒരു അഭിഷേകമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം തകർക്കപ്പെടും പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മൾ ഒരു പുതിയ മനുഷ്യരാണ്. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ അഭിഷേകം. എസെക്കിയേൽ പ്രവചനം 47:5 അതൊരു പ്രവചനാത്മകമായിട്ടുള്ള തിരുവചന സന്ദേശമാണ്.
പരിശുദ്ധാത്മാവിന്റെ ജീവനദി, ആത്മനദി ഇങ്ങനെ ഒഴുകുകയാണ്. അത് ഒഴുകിയത് അത് വളർച്ച പ്രാപിക്കുകയാണ്. ആ വളർച്ച എവിടം വരെ എത്തിയെന്ന വചനം പറയുന്നത്, പിന്നെ അവൻ 1000 മുഴം അളന്നു, എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു എനിക്ക് അത്. കടന്നു പോകാൻ പറ്റാത്ത വിധം വെള്ളം അത്രയ്ക്കും ഉയർന്നിരുന്നു, നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. പറ്റാത്തൊരു നദിയായിരുന്നത്, വെള്ളം അത്രയ്ക്കും ഉയർന്നിരുന്നു, നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. ഒരു നദി. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേക പ്രവാഹത്തെ കാണിക്കുന്ന ഒരു പ്രവചനാത്മകമായ സന്ദേശമാണ്. പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. സഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം ഇതാണ്. പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രികളെ കുറിച്ച് ഇതാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കുറവിൽ നിന്ന്, ഏറ്റവും മിനിമത്തിൽ നിന്ന് ഏറ്റവും മാക്സിമത്തിലേക്കുള്ളൊരു യാത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, 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 നമുക്ക് പലപ്പോഴും ഇന്ന് പറ്റുന്നത് നമ്മൾ നിന്നിടത്ത് നിൽക്കുകയാ. വളരാൻ, ഉയരുവാൻ, അഭിഷേകത്തിൽ നിറയാൻ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുവാൻ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാൻ, വചനം അനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിന്റെ മനസ്സറിയുവാൻ നമ്മൾ അധികം പേര് മെനക്കെടുന്നില്ല ദൈവമക്കളെ. അതുകൊണ്ടാണ് ആത്മാവിന്റെ കാറ്റ് ഇന്ന് സഭയിലും ലോകത്തിലും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നീന്തിക്കടക്കാൻ പറ്റാത്ത വിധം ഒരു മഹാനദിയായിട്ട് അത് മാറി. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, കരകവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ നന്നായി ഒഴുകുന്ന ഒരു നദി, ഒരുപാട് വെള്ളമുണ്ട് അതിൽ. ആ നദിയിലേക്ക് ഒരു മനുഷ്യൻ ചാടിക്കഴിഞ്ഞാൽ അദ്ദേഹം വെള്ളത്തിന്റെ ഉള്ളിലായി. വെള്ളം ആ മനുഷ്യനെ പൊതി നിൽക്കുകയാണ്. നനയാത്തൊരു ഭാഗം പോലും ആ മനുഷ്യന്റെ ശരീരത്തിലില്ല. തലമുടിയും മൂക്കും കണ്ണും ചെവിയും വായും കൈയും കാലും ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ഇതുപോലൊരു മനുഷ്യൻ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രവാഹത്താൽ, പരിശുദ്ധാത്മാവാകുന്ന ആത്മനദിയിൽ ഒരു വ്യക്തി മുങ്ങിക്കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കണം. നനയാത്ത, അഭിഷേകത്തിന്റെ സ്പർശനമേൽക്കാത്ത ഒരു ചെറിയ ഭാഗം പോലും അവളുടെ ശരീരത്തിലില്ല എന്ന് പറഞ്ഞാൽ അവൻ പുറമായി അഭിഷേകത്തിന്റെ പ്രവാഹത്തിലാണ്. ഈ അഭിഷേകം അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റുകയാണ്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന ചിന്തിച്ചു നോക്കി. ഞാൻ എന്തുമാത്രം ഭാരമെടുത്താലും ഈ ഭാരം മുഴുവൻ പിന്നെ ഈ വെള്ളമാണ് വഹിക്കുന്നത്, ഈ വെള്ളമാണത് സമ്മഹിക്കുന്നത്. ഞാൻ ഫ്രീ ആവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭിഷേകം നിന്നിൽ വരുമ്പോൾ, അഭിഷേകം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ നിന്റെ എല്ലാ സ്ട്രെസ്സും മാറും, ആകുലത മാറും, നിരാശ മാറും, വിഷാദം മാറും, സംശയം മാറും, നിന്റെ അസ്വസ്ഥതകൾ മാറും. നീ മാനസികമായും ആത്മീയമായും ശാരീരികമായും ബലമുള്ള വ്യക്തിയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പവർഫുൾ, സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാവും ദൈവമക്കളെ. ഇന്ന് എല്ലാവർക്കും സ്ട്രെസ്സാണ്, എല്ലാവർക്കും ടെൻഷനാണ്, അനേകരും ഡിപ്രഷനിലാണ്, വിഷാദത്തിലാണ്, അനേകർക്ക് നിരാശയാണ്. എന്തോരം ദൈവപ്രവൃത്തി കണ്ടാലും സന്തോഷമില്ല. എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ അനുഭവിച്ചാലും അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നു. സെൻസ് നഷ്ടപ്പെട്ടു, സെൻസിറ്റീവ് ആകാൻ പറ്റുന്നില്ല. അനങ്ങാപ്പാറകളെ പോലെ കഠിനമായിരിക്കുന്നു. എത്രയെത്രയോ ജീവിതങ്ങൾ. എന്തേ നമുക്ക് പറ്റിയത്? എന്തേ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ഈ ദൈവം പകരുന്ന ഈ അഭിഷേകത്തിൻ്റെ ഈ ഒരു ഒഴുക്കിൽ കടന്നു വരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കുന്നില്ല. ആരെല്ലാം ഈ ആത്മനദിയിലേക്ക് ഇറങ്ങുന്നുവോ, ആരെല്ലാം ഈ ആത്മനദിയിൽ മുങ്ങി കുളിക്കുന്നുവോ, അവരെ പിന്നെ വഹിക്കുന്നത് ആ വെള്ളമാണ്. ഇത് പരിശുദ്ധാത്മ അനുഭവത്തിന്റെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലായാൽ, ഒരു വ്യക്തി അഭിഷേകത്തിലായാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവാത്മാ പറയുന്നത്. മറ്റൊരു കാര്യം, ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുക, പുറമേ നിന്ന് എന്നെ അനേകരെ കല്ലെടുത്തെറിയ. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ഈ കല്ലേറ് എനിക്ക് കൊള്ളൂ പ്രിയപ്പെട്ടവരെ. അത് വെള്ളത്തിൽ തട്ടി
വെള്ളത്തിൽ തട്ടിയ കല്ലിങ്ങനെ തെന്നി മാറും, ഒരേറും എന്റെ ദേഹത്ത് കൊള്ളുകയില്ല. ഇതുപോലെ യഥാർത്ഥ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ, നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒഴുക്കിലാകുമ്പോൾ, ആര് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും, അഭിഖ്യാതികൾ പറഞ്ഞാലും, പരദൂഷണം പറഞ്ഞാലും, യേശുനി പറഞ്ഞാലും, ഇല്ലാ കഥകൾ നിനക്കെതിരെ അടിച്ചടിച്ച് വിട്ടാലും അതൊന്നും നിന്നെ യേശുകയില്ല. കാരണം നീ അഭിഷേകത്തിന്റെ ശക്തിയിലാണ്. നീ പരിശുദ്ധാത്മാവിലാ ജീവിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഒരു ചെറിയ അപവാദം വരുമ്പോഴേക്കും മുറിവായി, സങ്കടമായി, അവരാകെ ഒടിഞ്ഞു തൂങ്ങി. പിന്നെ ആകമാന വിഷമവും അസ്വസ്ഥതയും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. എൻ്റെ ദൈവമേ, ജീസസ് ജീസസ് ജീസസ്. നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടില്ലേ, എസഫാനോസ് നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ച് പച്ച തെറി വിളിച്ച് ചീത്ത വിളിച്ച് ആ പ്രസംഗം കേട്ടവരെല്ലാം ഓടിയെടുത്തപ്പോൾ എസഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ സ്വർഗം കണ്ടുവെന്ന വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അല്ലാതെ പല്ലുകടിക്കുന്നവരുടെ മുഖമല്ല കണ്ടത്, പച്ചത്തെറി വിളിക്കുന്ന തെറിവാക്കുകളല്ല അവൻ കേട്ടത് സ്വർഗത്തിന്റെ ചലനങ്ങളാണ്. അവൻ കേട്ടത് കർത്താവിന്റെ വാക്കുകളാണ്. അവൻ കണ്ടത് തേജസ്സോടിരിക്കുന്ന കർത്താവ് യേശുവിനെയാണ്. അവൻ സ്വർഗം കണ്ടു. നമ്മൾ കാണുന്നതോ പല്ലുകടിക്കുന്നവരുടെ മുഖമാണ്. എന്താ കാരണം? നമ്മൾ അത്രയും പരിശുദ്ധാത്മാവിലായിട്ടുള്ളൂ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, അഭിഷേകം നിന്നെ ഡിഫറന്റ് ആക്കും. അഭിഷേകം നിന്നെ പുതിയ മനുഷ്യനാക്കും. അഭിഷേകം നിന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തും. അഭിഷേകം നിന്നെ വിശ്വാസത്തിന്റെ തീയാക്കും. അഭിഷേകം നിന്നെ വിശുദ്ധിയുടെ സമൃദ്ധിയാക്കും. അഭിഷേകം നിന്റെ ജീവിതത്തെ കടന്നു പിടിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ കാണപ്പെടുന്ന സാന്നിധ്യമാകും. ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അനേക വിശുദ്ധർക്ക് ഇഗ്നേഷ്യസായ ആളെ തനി ജഡീകനായി, അതുപോലെ മ്ലേച്ഛനും അശുദ്ധിയിൽ ജീവിച്ച ലൗകികനായൊരു മനുഷ്യനായിരുന്നു. ആത്മാവിന്റെ തീയിറങ്ങിയപ്പോൾ ഇഗ്നേഷ്യസായോള മറ്റൊരു മനുഷ്യനായി. ഇന്ന് സാർവത്രിക സഭയിലെ വലിയൊരു വിശുദ്ധനാണ് ഇഗ്നേഷ്യസൻ. സ്പിരിച്വാലിറ്റി സഭയിൽ വളരെ ശക്തമാണ്. സഭയിൽ വളരെ പവർഫുള്ളായ സഭയാണ് ഈശോ സഭ. അതിന്റെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസായോള. ഫ്രാൻസിസ് സേവ്യർ, അഗസ്റ്റിനോസ്, എത്രയോ അസീസിൽ ഫ്രാൻസിസ്, ഇവരുടെ മേലൊക്കെ തീ വന്നപ്പോൾ മറ്റൊരു മനുഷ്യനായി. മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, തീരുമാനമെടുക്ക്. പരിശുദ്ധാത്മ നിന്നെ സഹായിക്കും. ഇപ്പോൾ തീരുമാനമെടുക്ക്, പ്രാർത്ഥിക്കുക. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും. 2021 പോലെയല്ല 2022. എന്തൊക്കെ ആഞ്ഞടിച്ചാലും എൻ്റെ പേഴ്സണൽ പ്രയർ, ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടും. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ദൈവത്തിന്റെ ജീവനുള്ള വചനം വായിച്ച് ധ്യാനിക്കും. എല്ലാ ദിവസവും ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന നവമായ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കും. ഞാൻ കൗദാശിക ജീവിതം നടത്തും. ഞാൻ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകും. തീരുമാനമെടുക്കുക ദൈവമക്കളെ. അഭിഷേകം നിന്നിൽ വരുമ്പോൾ നീ മറ്റൊരു മനുഷ്യനാകും. രണ്ടാമത് പരിശുദ്ധാത്മ പറയാണ്, അഭിഷേകം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി ലഭിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പോ ഇനി ശ്രദ്ധിക്കണം, ഡെൽറ്റയും കോവിഡും ഇങ്ങനെ ഇപ്പൊ ഒമിക്രോൺ വരുന്നു. 2022 നമുക്ക് എങ്ങനെയാണെന്ന് അറിയുന്നത്. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും കൊടിയ സഹനങ്ങൾ ആഞ്ഞടിച്ചാൽ, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഭിഷേകം നമ്മിൽ അധിവസിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് സഹനത്തിന്റെ തീച്ചൂളയിലും,
എന്തൊക്കെ വലിയ മഹാമാരികളാകട്ടെ, പകർച്ചവ്യാധികളുടെ കഠോരമായ പരിശോധനകളാകട്ടെ, അതിന്റെ നടുവിൽ വിശ്വാസത്തോടെ ചങ്കുറപ്പോടെ നിൽക്കുവാനും ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തിയിലേക്ക് നീ വളരുവാനും നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി അഭിഷേകം നിനക്ക് തരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധികളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണ്. കർത്താവിൻ്റെ വീണ്ടും വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇതുപോലെയുള്ള പലതും സംഭവിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ലോകത്തിലുണ്ടാകും. ലോകത്തിന് ഇനി പഴയതുപോലെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ ആഭ്യന്തരമായ കലഹങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറാത്ത പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും എല്ലാ ലോകത്തിൽ ആഞ്ഞടിക്കും. മഹാമാരികളാകാം, പകർച്ചവ്യാധി, ഇതൊക്കെ പല വിധത്തിലും കടന്നു വരും. ഇതൊന്നും അവിചാരിതങ്ങളല്ല. കർത്താവ് പറഞ്ഞു സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ അതീവ ജാഗ്രതയുള്ളവരാകണം. 2022 കൂടുതൽ കരുത്തോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞില്ല, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനത്തിൽ എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? എന്താ കർത്താവ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ഞെരുക്കങ്ങളെല്ലാം അതിജീവിച്ച് അതിനെ ചവിട്ടിമതിച്ച് മുന്നേറുവാനുള്ള ആത്മശക്തി നിന്നിലുള്ള അഭിഷേകം നിനക്ക് പ്രദാനം ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് കൊടിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശക്യന ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷ, ഈ മഹാമാരിയുടെ പകർച്ചവ്യാധിയുടെ നാളുകളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള 100 പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും നമ്മൾ ഒറ്റയ്ക്കല്ല. കൂടെ ഈ മിഷൻ നമ്മളെ ഏൽപ്പിച്ച, ഈ ദൗത്യത്തിനായി നമ്മളെ പ്രാപ്തമാക്കിയ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം, വിട്ടുമാറാത്ത രോഗങ്ങളാകാം, മാനസികമായ ക്ലേശങ്ങളാകാം, തെറ്റിദ്ധാരണകളാകാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമാകാം. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതിന്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ വിളിച്ച, നമ്മെ തെരഞ്ഞെടുത്ത, നമുക്ക് നിയോഗം തന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീസസ്, 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 ജീസസ്. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാനല്ല പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹോളി സ്പിരിറ്റ്. ഞാൻ ചിന്തിക്കാറുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ സന്തോഷ് കരുമത്ര എന്നോ ഈ ലോകം വിട്ടു പോകുമായിരുന്നു. കാരണം മാനുഷിക ബുദ്ധിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടിയമായ സഹനങ്ങള്. അതൊന്നും ഇതൊരു പൊതുവേദിയല്ലേ, ഇങ്ങനെയൊന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതുപോലത്തെ സഹനങ്ങളും അപവാദങ്ങളും അപഖ്യാതികളും പല വിധത്തിൽ ഒരുപാട് നേരിടേണ്ടി വന്നു. അവിടെയെല്ലാം ഒരു നല്ല സുഹൃത്തിനെ പോലെ, അവിടെയെല്ലാം ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനായി, ഒരു കുളിർ കാറ്റായി പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം, പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി, പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രോത്സാഹനം ഒരുപാട് എന്നെ ഉണർത്തിയിട്ടുണ്ട്.
എന്നെ മാത്രമല്ല, ഈ ശെഖേനയോട് വളരെ ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളെ പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള ആത്മശക്തി, നിന്റെ മേലുള്ള അഭിഷേകം നിനക്ക് അതിനുള്ള പ്രാപ്തി തരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരണം. അവിടെ 14-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. ശ്രദ്ധിക്കണം, പെട്ടെന്നാണ് ഒരു സിംഹം സാംസന്റെ നേരെ അലറി വരുന്നത്. അവന്റെ നേരെ, ഇന്ന് നമ്മുടെ നേരെ അലറി വരുന്ന ഇതുപോലെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. രോഗങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, മാനസിക പീഡകള്, പൈശാചിക പോരാട്ടങ്ങള്, നാരിക ശക്തികളുടെ ഉപദ്രവങ്ങള്, ഇരുട്ടിന്റെ ശക്തിയുടെ വ്യാപാരങ്ങള്, നമ്മളെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ, ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന മാനുഷിക പൈശാചിക ശക്തികള് സിംഹത്തെ പോലെ അലറി നിന്റെ നേരെ വരുമ്പോൾ നീ മനസ്സിലാക്കുക, നീ ഒറ്റയ്ക്കല്ല, വിഷയത്തിൽ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ, സർവാധിപനായ, സർവാധിപത്യമുള്ളവനായ പരിശുദ്ധാത്മാവ്. ചിന്തിക്കണം, സിംഹമാണ് അലറി വരുന്നത്. എന്തിനാ സിംഹം അലറി നേരെ വരണം? സിംഹത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും. നമ്മൾ ഈ സൂലിക്കൊക്കെ പോകുമ്പോൾ സിംഹത്തെ അവൻ്റെ മുരളിച്ച കേൾക്കുമ്പോൾ തന്നെ ദൈവമേ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വിറയിൽ വരിക. നമുക്ക് സിംഹത്തിന്റെ പടം കണ്ടാൽ മതി, നമുക്ക് സംഗതി കളർ മാറും. ഞാൻ ഒരിക്കൽ കുട്ടികളരികിൽ ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ നേരെ കുറച്ചുകൊണ്ടൊരു പട്ടി ഓടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ഞങ്ങൾ ഓടിപ്പോവും. ഒരു പാമ്പ് വന്നാലോ? ഒരുപാട് ഞങ്ങൾ പറ്റി അതിനെ തല്ലിക്കൊല്ലും. ഞാൻ പറഞ്ഞു, ഒരു സിംഹം വന്നാലോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം സിംഹം ചെയ്തോളൂ. അതാണ് സിംഹത്തിന്റെ പ്രത്യേകത. എല്ലാം സിംഹം ചെയ്തോളൂ. അത്രയും സ്ട്രോങ് ആണ് സിംഹം. ഈ സിംഹമാ നമ്മുടെ നേരെ വരണേ. നമ്മൾ ചിന്തിച്ചു നോക്കി, ആ സാഹചര്യം ചിന്തിച്ചു നോക്കി. നമ്മൾ അപ്പ ചിലർക്ക് അറ്റാക്ക് വന്നു, ചിലർ പ്രഷർ കൂടുന്നു, ചില ആകെ വിഷയത്തിലാവുന്നു. എന്നാ പ്രശ്നമാവട്ടെ, ഒമിക്രോണോ ഡെൽറ്റയോ, ഇനി ഇതിനേക്കാൾ 10 ഇരട്ടി മാരക ശേഷിയുള്ള പകർച്ചവ്യാധികളോ, പ്രതികൂലങ്ങളോ, പ്രതിസന്ധികളോ, സാമ്പത്തികമായ പരാധീനതകളോ, നമ്മുടെ കുടുംബങ്ങളെ കുലുക്കുമാറുള്ള ചില ദുരന്തങ്ങളോ, ദുരിതങ്ങളോ എന്ത് വേണമെങ്കിലും വരട്ടെ. ഞാനൊരു കാര്യം ആത്മാവിൽ പ്രവചിക്കുക, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതിന്റെ നടുവിലും നമ്മെ കാക്കുവാൻ, പോറ്റുവാൻ, പരിപാലിക്കുവാൻ, വഴി നടത്തുവാൻ ശക്തനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ബോധ്യമുള്ള ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. Power, 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 power. Hallelujah. നമ്മുടെ നേരെ ഇതുപോലെ വാപ്പുണ്ട്, പലതും ഇരിപ്പുണ്ട്. എന്നാൽ നീ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ, നിന്റെ ചരിത്രം പരിശുദ്ധാത്മ മാറ്റി എഴുതും. നിന്റെ വിധികളെ പരിശുദ്ധാത്മ മാറ്റി എഴുതും. എന്താ ഉണ്ടായത്? ഈ സിംഹം അലറി വന്നപ്പോൾ എന്താ? അതാണ് അഭിഷേകത്തിന്റെ പവർ. എന്താ സംഭവിച്ചത്? അടുത്ത വചനം വായിച്ച്, കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. സാംസന്റെ മേൽ ശക്തമായി ആവസിച്ചു. അഭിഷേകം അവനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. അഭിഷേകം അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അഭിഷേകം അവനിൽ വ്യാപരിക്കാൻ തുടങ്ങി. അവന് മേൽ പകരപ്പെട്ട അഭിഷേകം അവൻ ഉണർത്താൻ തുടങ്ങി. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. നമ്മുടെ മേൽ ശക്തമായ അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, വെല്ലുവിളികളിൽ, കഠോരമായ ബുദ്ധിമുട്ടുകളിൽ പകരപ്പെട്ട ഈ അഭിഷേകം നമ്മളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങും. നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ അഭിഷേകം നമ്മൾ എൻകറേജ് ചെയ്യും. ഈ അഭിഷേകം നമ്മൾ ഇൻസ്പയർ ചെയ്യും. ഈ അഭിഷേകം നമ്മളെ സ്ട്രോങ് ആക്കും. ഈ അഭിഷേകം നമുക്ക് വേണ്ട കരുത്ത് തരും. ഇല്ലെങ്കിലൊക്കെ നമ്മൾ പണ്ടേ നമ്മുടെ കഥ തീർന്നു പോയില്ലേ. നമ്മുടെ അഡ്രസ് പോലും ഉണ്ടാവില്ല. പിശാച് അതുപോലെ അടിച്ച് താഴെയിട്ടുണ്ടാവും. എന്താ നമ്മളെ തൊടാൻ പറ്റാത്തത്? ഈ അലറി ഇങ്ങനെ നിൽപ്പുള്ളൂ. എന്താ തൊടാൻ പറ്റാത്തത്? നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും.
നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഏത് സാത്താൻ കോട്ടയിലേക്കും ചങ്കൂറ്റത്തോടെ പോയാലും നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ അഭിഷേകത്തിന് നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം വെളിപ്പെടുത്തുകയാണ്. പറയുമ്പോ എന്റെ മേൽ ശക്തമായ ഒരു അഭിഷേകം വരുന്നു. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. പവർ 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 പവർ. 2022 എന്തോ ചില വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിവർത്തിക്കാൻ പോകുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ ആഞ്ഞടിക്കട്ടെ, ചങ്കുറപ്പോടെ നിൽക്കുവാനുള്ള ഫലം റൂഹ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അഭിഷേകം അവന്റെ മേൽ വന്നു. ഉടനെ അവന്റെ കളർ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ അത് വായിക്കുകയാണ്. അത്ഭുതകരമായി എന്താ അവിടെ സംഭവിച്ച്? അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്? അടുത്ത വചനം വായിച്ച്. ആയുധം കൂടാതെ, ആയുധം കൂടാതെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആയുധം കൂടാതെ. പറഞ്ഞേ, ആയുധം കൂടാതെ. ഒന്നുകൂടിയാണ് പറഞ്ഞേ, ആയുധം കൂടാതെ. ഒന്നും കൂടി, ആയുധം കൂടാതെ. ഇങ്ങോട്ട് നോക്കി നിങ്ങള്. പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ശക്തമായ വെപ്പണാണ് ആത്മാവിന്റെ അഭിഷേകം. അഭിഷേകം പവർഫുള്ളായ ആയുധമാണ്. ഹല്ലേലൂയ. 47നെക്കാളും ആറ്റം ബോംബിനേക്കാളും പവർ ദൈവത്തിന്റെ അഭിഷേകത്തിനുണ്ട്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഭിഷേകത്തിനുണ്ട്. ആറ്റം ബോംബിനേക്കാൾ പവറാണ്. ഒരു രാജ്യത്തിന് വലിയ അഭിഷേകം ദൈവം പകരുമ്പോൾ ആ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരും. ഒരു സമർപ്പിത സമൂഹത്തിന്റെ മേൽ ഈ അഭിഷേകം റൂഹ നൽകുമ്പോൾ ആ സമൂഹത്തിന് ലെവല് മാറും, ലെവല് മാറും, ലെവല് മാറും. ദൈവവിളികൾ തന്നെ ഉണ്ടാകും. സംഖ്യ 11:31 അനു തെളിവല്ലേ? പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റിങ്ങോട്ട് നോക്കി നിങ്ങള്. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. പരിശുദ്ധാത്മാവിന്റെ കാറ്റിങ്ങനെ അതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റിൽ നമ്മുടെ സകലാവശ്യങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. നിനക്ക് സമ്പത്താണ് ആവശ്യം, ആരോഗ്യമാണ് ആവശ്യം, വിശ്വാസമാണ് ആവശ്യം, വിശുദ്ധിയാണ് ആവശ്യം, ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആണ് ആവശ്യം. നിനക്ക് എന്താണ് ആവശ്യം? നിന്റെ ആവശ്യം പരിശുദ്ധാത്മാവിന്റെ കാറ്റിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാറ്റിങ്ങോട്ട് നോക്കി. ഈ കാറ്റിങ്ങനെ വീശുമ്പോൾ ആവശ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഒരു മാസം ഷെക്കൻഡ് ന്യൂസ് പോണെങ്കിൽ 40-45 ലക്ഷം രൂപ വേണം. 45 ലക്ഷം രൂപ പോയിട്ട് 40,000 രൂപ നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് പരിശുദ്ധാത്മാവ് തരും, പരിശുദ്ധാത്മാവ് തരും, പരിശുദ്ധാത്മാവ് തരും, പരിശുദ്ധാത്മാവ് തരും. അതെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. ഞെരുക്കും കഷ്ടപ്പാടൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ ഈ മിഷൻ സ്റ്റക്കായി നിൽക്കാൻ ആത്മാവ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ആയുധം കൂടാതെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ മുൻപിലാണ് ഈ സിംഹം ഇങ്ങനെ ഗർജിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? ഞാൻ ചിന്തിക്കാൻ പറ്റില്ലേ നമുക്ക്? അഭിഷേകം വന്നപ്പോൾ സാംസൺ ലെവല് മാറി. സാംസൺ എന്താ തോന്നുന്നത്? മുമ്പിൽ നിൽക്കുന്നത് സിംഹമല്ല, എന്തായിട്ട് തോന്നണേ? ആട്ടിൻകുട്ടി. സിംഹമായിട്ടല്ല തോന്നണേ. സിംഹം കരളും ഗർജിക്കുമ്പോഴും മുരളുമ്പോഴും ആട്ടിൻകുട്ടി കരയുന്ന സ്വരമായിട്ടാണ് സാംസനെ തോന്നണേ. മുൻപിൽ ഒരു ആട്ടിൻകുട്ടി നിൽക്കും. ആട്ടിൻകുട്ടി നമ്മുടെ മുമ്പിലോ നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സാംസന്റെ കണ്ണിന് കാഴ്ച പോയിട്ടല്ല, സാംസനെ തിമിരം ബാധിച്ചിട്ടല്ല, അവന്റെ മേലുള്ള അഭിഷേകം അവന്റെ നിലവാരം ഉയർത്തി. സിംഹം വന്ന് നിൽക്കുമ്പോഴും ആട്ടിൻകുട്ടിയെ പോലെ കാണാനുള്ള പ്രാപ്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകം ഇറങ്ങട്ടെ.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതുപോലെ എന്തൊക്കെ ആഞ്ഞടിക്കട്ടെ, ഒമിക്രോൺ വരട്ടെ, പേടിക്കരുത്, ഡെൽറ്റ എന്തോ ഉണ്ടാവട്ടെ, എവിടെയും നമ്മളെ സൂക്ഷിക്കാൻ കർത്താവിന് പറ്റും. നമ്മൾ കർത്താവ് അറിയാതെ നമ്മൾ ആരും ഈ ലോകം വിട്ട് പോവുകയില്ല. കർത്താവ് അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുന്നില്ല. ഇതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആട്ടിൻകുട്ടി എന്ന പോലെ അത് ചീന്തിക്കളഞ്ഞ ആര്? സാംസൺ. എന്തുകൊണ്ട്? അഭിഷേകം മൂലം. പ്രതിസന്ധികളെ ചവിട്ടി നടക്കാനുള്ള ചങ്കുറപ്പ് നിന്റെ മേലുള്ള അഭിഷേകം നിനക്ക് തരുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് തരുന്നു. പ്രതിസന്ധികളെ കണ്ടിങ്ങനെ വാടിത്തളർന്ന് ദുഃഖിച്ച് നിരാശപ്പെട്ട് ഇനിയൊരു കോവിഡിന് ശേഷം എന്ത്, ഇനി ഒമിക്രോൺ വരുന്നു, ഇനി വേറെ എന്താണോ വരാൻ പോണത്, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നെന്ന് പറഞ്ഞ് നീ നഷ്ടധൈര്യനാകരുത്. പരിശുദ്ധാത്മാവിനെ ഇതിൻ്റെ അപ്പുറത്തും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കണം. 2022 അതിനുള്ള വർഷമാണ്. പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രാപ്തി തരുന്ന വർഷം. പ്രാപ്തി തരുന്ന വർഷം. യെസ്, അഭിഷേകത്തിന്റെ വർഷം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി നിന്റെ മേലുള്ള അഭിഷേകം നിനക്ക് തരുന്നത് അസാധാരണമായ ധൈര്യവും ജ്ഞാനവുമാണ്. അസാധാരണമായ ജ്ഞാനം, ബുദ്ധിക്കതീതമായ ധൈര്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:13 നമുക്കിത് വേണം. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അസ്വസ്ഥകളൊക്കെ വരുമ്പോൾ ഭയം അത് അനേകരെ പിടികൂടുന്നുണ്ട്. ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇവരൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് ഈ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികൾ അറിയാണ്. എന്താ കാരണം? പത്രോസ്ലിഹായിലും വിശുദ്ധ യോഹന്നാനിലൊക്കെ അസാമാന്യമായ ധൈര്യവും അസാധാരണമായ ജ്ഞാനവും അധികാരികൾ കണ്ടു. ഈ പത്രോസ്ലിഹ ആരാ നമുക്കറിയാം. ഒരു ക്ലീനിങ് അവിടെ അടിച്ച് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ പോലും കർത്താവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞവൻ. എന്നാൽ ആത്മാവിന്റെ തീയിറങ്ങിയപ്പോൾ, ആത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ പത്രോസ് മറ്റൊരു മനുഷ്യനായി മാറി. ഹല്ലേലൂയ. താൻ ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? അവിടെ മുൻപിൽ ചെന്ന് ചങ്കൂറ്റത്തോട് വിളിച്ചു പറയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശു ക്രിസ്തുവിനെ അവന്റെ പിതാവും ദൈവവുമായി ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. എന്നാ ഒരു ചങ്കുറപ്പോടെയാ സുവിശേഷം പ്രഘോഷിച്ചത്. എവിടുന്ന് കിട്ടി ധൈര്യം? എവിടുന്ന് കിട്ടി ധീരത? അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം അവന് ധൈര്യം കൊടുക്കുകയാണ്. കേട്ടോ, ധൈര്യം കൊടുക്കുക, ധൈര്യം കൊടുക്കുക, ധൈര്യം കൊടുക്കുക. അല്ലെങ്കിൽ സിംഹം മുന്നിൽ വന്ന് നിന്ന് സാംസന്റെ ബോധം അപ്പ പോവും. എവിടുന്ന് കിട്ടി ധീരത? അഭിഷേകം കൊടുത്തു. അഭിഷേകം ഇത് തന്നെ ഇവിടെയും വർക്കൗട്ട് ചെയ്യുന്നത്. പത്രോസിൽ ഈ അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ നമുക്ക് അസാധാരണമായ ധൈര്യം. ഈ മണങ്ങുപിണുങ്ങികളായിട്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് എല്ലാവരെയും പ്ലീസിപ്പിക്കുന്ന വിധത്തിലല്ല നമ്മൾ വിശ്വാസം അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എന്താണെന്നും നമ്മുടെ വിശ്വാസത്തിന്റെ നിലപാട് ഏതാണെന്നും കൃത്യമായി യേശു അവൻ നിത്യരക്ഷകനാണെന്നും അവൻ മാത്രമാണ് മാനവകുലത്തിന്റെ വിമോചകനും ഏക കർത്താവാണെന്നും ധീരതയോടെ, അഭിമാനത്തോടെ, അഭിഷേകത്തോടെ പ്രഘോഷിക്കുവാൻ, വിളിച്ചു പറയുവാൻ ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് ധൈര്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം നമ്മൾ ഡൈലൂട്ട് ചെയ്യരുത്. വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതാണ് അസാധാരണമായ ധൈര്യം പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നു. അസാധാരണമായ ധൈര്യം. ഞാൻ അവസാനിപ്പിക്കുക. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വലിയൊരു അവളുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. ക്രിസ്റ്റീന, അവള് ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. അവളുടെ അപ്പൻ ഒരു വിജാതീയ ഗവർണറായിരുന്നു. 11-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട് ക്രൈസ്തവ വിശ്വാസം ക്രിസ്റ്റീനയെ പഠിപ്പിച്ചു. അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ അപ്പൻ അവളെ ഒരു വിജാതീയ പുരോഹിതയാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. എന്നാൽ താൻ സ്വീകരിച്ച വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുവാൻ ക്രിസ്റ്റീന എന്ന് പറയുന്ന ആ പെൺകുട്ടി തയ്യാറായില്ല. അവൾ ധൈര്യത്തോടെ ബോൾഡായിട്ട് നിൽക്കുക. അവസാനം അവളുടെ മാംസത്തിൽ ഈ ഇരുമ്പ് കമ്പികൾ ഇങ്ങനെ ചുട്ടുപഴിപ്പിച്ച് പച്ച മാംസത്തിൽ തുളച്ചു കയറ്റി അവളെ കഴുത്തിൽ കല്ലുകെട്ടിയിട്ട് വലിയ തടാകത്തിലേക്ക് എറിഞ്ഞു. അവൾക്കൊന്നും പറ്റുന്നില്ല. അസാധാരണമായ ആത്മ പ്രവൃത്തി അവളിൽ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തു ചെയ്തിട്ട് മരിക്കുന്നില്ല. അവസാനം അവളെ സർപ്പക്കാട്ടിലേക്ക് 5 ദിവസം പാമ്പുകൾ മാത്രമുള്ള ഒരു കാട്, അതികഠോരമായ സർപ്പക്കാട്ടിലേക്ക് അവൾ എറിഞ്ഞു. പാമ്പുകളൊക്കെ ചുറ്റി അവൾക്ക് ഒന്നും പറ്റുന്നില്ല. അതാണ് അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവസാനം അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി, നീയാണ് എൻ്റെ ആത്മമണവാളൻ, നീയാണ് എൻ്റെ മണവാളൻ, നിന്നെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ കർത്താവേ. ശാന്തമായി മരിക്കാൻ നീ അനുവദിക്കണം, എനിക്കിതിൻ്റെ അരികിലോട്ട് വരണം കർത്താവേ. അവൾ അങ്ങനെ സമർപ്പണം നടത്തിയതിനു ശേഷമാണ് ഈ വക വസ്തുക്കൾക്ക് അവളെ സ്വാധീനിക്കാൻ പറ്റിയത്. വെറും 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന ക്രിസ്റ്റീന അവൾ വിശ്വാസത്തിന് വേണ്ടി വലിയ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ വളരണമെങ്കിൽ, നമ്മുടെ മിനിസ്ട്രികൾ വളരണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ കൃപയിൽ നിറയണമെങ്കിൽ, നമ്മുടെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ തീപിടിച്ചാത്മാക്കളാകണമെങ്കിൽ, നമ്മുടെ ബഹുമാനപ്പെട്ട സമർപ്പിതരും വന്യ വൈദികരും പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റുകളായി സഭയിൽ ഉണരണമെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യം നൽകാൻ തയ്യാറാകണം. അസാമാന്യ അസാധാരണമായ ഒപ്പം ജ്ഞാനം, കർത്താവിൻ്റെ ജ്ഞാനത്തിൽ, ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, പിശാച് വയ്ക്കുന്ന ഒരുപാട് ട്രാപ്പുകളുടെ കാലഘട്ടത്തിൽ, ചതികള്, അവൻ്റെ വഞ്ചനകള്, എന്തൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണ് പിശാച് ഇന്ന് കടന്നു വരുന്നത്. ദൈവജനത്തിന് അഭിഷേകത്തെ ഇല്ലാതാക്കാൻ, ദൈവജനത്തിന് മേൽ പകരപ്പെട്ട കൃപയെ ഇല്ലാതാക്കാൻ, വിശുദ്ധി അപഹരിക്കാൻ, വിശ്വാസം നഷ്ടപ്പെടുത്താൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ, ബന്ധങ്ങളെ പൊളിച്ചു കളയാൻ വളരെ തന്ത്രശാലിയും സൂത്രശാലിയുമായ പിശാച് പല അടവുകളും നമ്പറുകളും ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ സയൻസിന്റെ ബുദ്ധി പോരാ. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമാറ്റിക്സും പഠിച്ചതുകൊണ്ട് സാത്താന്റെ ചതികളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമ്മുടെ മേൽ പ്രകാശിക്കണം, പ്രകാശിക്കണം, പ്രകാശിക്കണം. വിസ്ഡം, 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 ആത്മാവിന്റെ ജ്ഞാനം. കൂടുതൽ പരിശുദ്ധാത്മ ജ്ഞാനമുള്ളവരായി 2022 ജീവിക്കുക. മക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ ജ്ഞാനമുള്ളവരാകണം. മക്കളുടെ ഒരു വേഷം കെട്ടി നിങ്ങളടുത്ത് നടക്കില്ല. അവരൊരു ചതികളും അവരെന്ത് ഹൈഡ് ചെയ്താലും അത് സെൻസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ഈ ജ്ഞാനത്തിൽ നിറയണം. നമ്മുടെ ബന്ധങ്ങൾ ഈ ജ്ഞാനത്തിന്റെ സൗരഭ്യം പരക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിത എൻ്റെ അമ്മമാരെ, അനേക അമ്മമാർ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മമാരെ, നിങ്ങൾ പരിശുദ്ധാത്മ ജ്ഞാനത്തിന്റെ തീനാവുകളായി രൂപപ്പെടണം. യെസ്, നമ്മുടെ സമർപ്പണത്തെ കെടുത്തിക്കളയ റാഞ്ചി കഴുകന്മാരെ പോലെ ഈ സമർപ്പണം കൊത്തിപ്പറിക്കാൻ അനേകം കഴുകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ കഴുകന്മാരെ തിരിച്ചറിയാൻ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാവില്ല. ജ്ഞാനം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും
ഒക്കെ ഈ ചതി ട്രാപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഈ ട്രാപ്പുണ്ട്. ജ്ഞാനത്തോടെല്ലാം വിവേചിക്കാൻ, ജ്ഞാനത്തോടെല്ലാം കാണാൻ പരിശുദ്ധാത്മാവ് ഈ പുതുവർഷം നമ്മളെ സഹായിക്കട്ടെ. ആത്മാവ് തരുന്ന ഈ അഭിഷേകം നമ്മൾ ഡിഫറൻ്റ് ആക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 2022 പുതുവർഷത്തിൻ്റെ ആ ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒപ്പം 2021 കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന കൃപയുടെ സമയമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകം നമ്മളെ ഡിഫറൻ്റ് ആക്കും. അഭിഷേകം നമ്മെ പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള കരുത്തിലേക്ക് നയിക്കും. അഭിഷേകം നമുക്ക് അസാധാരണമായ ധൈര്യവും അസാമാന്യമായ ജ്ഞാനവും പ്രദാനം ചെയ്യും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മ അടിയറവയ്ക്ക്, പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മ അടിയറവ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ ഹോളി സ്പിരിറ്റിന് അടിയറവയ്ക്ക്. നമ്മുടെ മിനിസ്ട്രികളെ പരിശുദ്ധാത്മ അടിയറവയ്ക്ക്. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ പരിശുദ്ധാത്മ അടിയറവയ്ക്ക്. എല്ലാ ഹോളി സ്പിരിറ്റിന് അടിയറവയ്ക്ക്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിനെല്ലാം അടിയറവ് വെച്ച് പ്രാർത്ഥിക്കേ. ഒപ്പം നിങ്ങൾ ഒരു നിമിഷം ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രതിസന്ധികളും ഒത്തിരിയേറെ ആവശ്യങ്ങളുമുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജീവിതങ്ങളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്, ഇതിനെ പരിപാലിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണർത്തുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടും സാമ്പത്തികമായി സഹായിച്ച് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പല പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ നമുക്ക് വാങ്ങണം. ഇത് ന്യൂസ് ചാനൽ, പലയിടങ്ങളിൽ നമുക്ക് ന്യൂസ് ബ്യൂറോകൾ തുടങ്ങണം. നമുക്ക് പല എക്യുപ്മെന്റ്സിന് അഭാവം കൊണ്ട് ടെക്നിക്കലായിട്ട് നമുക്ക് അതിൽ വളരാൻ പറ്റുന്നില്ല. നല്ല നല്ല സ്റ്റാഫുകൾ നമുക്ക് വേണം, അവർക്ക് കൊടുക്കാനുള്ള സാലറി. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തരണം. ആരിലൂടെ തരുന്നത്? നമ്മിലൂടെയാണ്. നമ്മൾ സ്നേഹത്തോടെ ഈ മാധ്യമ ശുശ്രൂഷ, സഭയ്ക്ക് ഇങ്ങനൊരു ശുശ്രൂഷ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സമർപ്പിതരെ, നിങ്ങൾ പലരും സഹായിച്ചിട്ടുണ്ട്. മറക്കരുത്, നിങ്ങൾ ഇനിയും സഹായിക്കാൻ മുന്നോട്ട് വരണം. കുടുംബങ്ങളെ മുന്നോട്ട് വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ മുന്നോട്ട് വരണം. 2022 ഒരു പുത്തൻ ഉണർവോടെ, പുതിയ അഭിഷേകത്തോടെ, പുതിയ ശക്തിയോടെ ഷെക്കൻ ന്യൂസ് സഭയിലും സമൂഹത്തിലും പ്രശോഭിതയാകാൻ നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. ശക്തിയായി നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പുതുവർഷത്തിൽ
അഭിഷേകം ചെയ്യണമേ. നിറയണമേ, ഘോഷിക്കണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഘോഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ, ആരാധന, ആരാധന, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കവിഞ്ഞൊഴുകണമേ. എല്ലാ കുടുംബങ്ങളും നിറയണമേ, നിറയണമേ, കവിയണമേ, എല്ലാ കുടുംബങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, സന്യാസമൂഹങ്ങളിലേക്ക്, വൈദികരിലേക്ക്, സഭ മുഴുവനിലേക്ക് പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, എല്ലാവരും പ്രാപിച്ചേ വലിയ ദാഹത്തോടെ നിങ്ങളുടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് പുതിയ കൃപ പ്രാപിച്ചേ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് ദാഹിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. യേശുനാമത്തിൽ അതിശക്തമായ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ കർത്താവേ. ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ആത്മാവിന്റെ പുതിയ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പുതുവർഷത്തില് പുത്തൻ കൃപകളാൽ അധികമായ അഭിഷേകത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അതിശക്തമായി അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ 2021 അവസാന മണിക്കൂറുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ഒരു പരിശുദ്ധാത്മ കൃപയുടെ ഒഴുക്കില് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആമേൻ കർത്താവേ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് കുടുംബങ്ങളിൽ ആയിരുന്നു കൊണ്ട്, സന്യാസ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട്, കോൺഗ്രിഗേഷനുകളിൽ ആയിരുന്നു കൊണ്ട്, എന്റെ പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, സിസ്റ്റേഴ്സ്, പ്രിയ വൈദികരെ, പിതാക്കന്മാരെ, നമുക്കൊരു വലിയ അഭിഷേകത്തിനായി ഇപ്പോൾ ദാഹിക്കാം. ആമേൻ. ഇവിടെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ഭാവനകൾ മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ നോട്ടങ്ങൾ മാറും, നമ്മുടെ സംസാരം മാറും. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ആകമാനം അടിമുടി ടോട്ടൽ ചേഞ്ച് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ഒരു നവമായ കാറ്റടിക്കുവാനായി പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന, നമ്മുടെ ജീവിതങ്ങളെ കൃപകളാൽ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു അധിക അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പരിശുദ്ധാത്മ കാറ്റിനായി ആഗ്രഹിച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് സഹിയോൻ മാളികയിൽ അപ്പോസ്തലന്മാരുടെ മേൽ ആഞ്ഞടിച്ച കാറ്റിനായി എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നവ്യമായ കാറ്റിനാൽ എല്ലാവരും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക എല്ലാ സ്വാധീനങ്ങളും, പൈശാചിക അടിസ്ഥാനങ്ങളെ പറിച്ചു കളയുന്ന കാറ്റ്, പാപപ്രവൃത്തികളെ തകർത്ത് കളയുന്ന കാറ്റ്, പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ നമ്മളെ ബലപ്പെടുത്തുന്ന കാറ്റ്. ആമേൻ, ആമേൻ. വീശുക, യെസ്, വീശുക. ഹല്ലേലൂയ, വീശുക. ആമേൻ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ഓ ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ആമേൻ. യേശുനാമത്തിൽ ഗ്ലോറി, ഗ്ലോറി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈശോ ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. In the mighty name of Jesus. Hallelujah hallelujah. Glory glory. Hallelujah hallelujah hallelujah. ഈശോയേ ഈശോയേ. കൃപ വ്യാപരിക്കട്ടെ കൃപ വ്യാപരിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾക്കായി ഞങ്ങൾ ദാഹിക്കുന്നു. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. കർത്താവിൻ്റെ സന്നിധിയിലെ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈശോയെ ഈശോയെ. 2021 ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കഠിനമായ വേദനകളിലൂടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളിലൂടെ എല്ലാം കടന്നുപോയൊരു വർഷമായിരുന്നു. ഈശോ. കോവിഡും അത് പലവിധ വകഭേദങ്ങളെല്ലാം നമ്മുടെ മേൽ ആഞ്ഞടിച്ച് ഒരുപാട് പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടായി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ നമ്മൾ ഒരുപാട് ഭാരപ്പെടുത്തി. ഈശോയെ. സാമ്പത്തികമായി ഒരുപാട് തകർച്ചകളുണ്ടായി, പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായി. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി കർത്താവ് നമ്മളെ വിശ്വസ്തയോടെ നടത്തി. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലായിരിക്കുന്ന മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കൾ എല്ലാവരും പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് സമർപ്പിത സമൂഹങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്മമാര് സമർപ്പിത കരങ്ങളെന്ന് കോർത്ത് പിടിച്ച് കൈകൾ പരസ്പരം കോർത്ത് പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയും. നന്ദി പറയണം. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മളുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, കൃപകൾ വർദ്ധിക്കും, അഭിഷേകം വർദ്ധിക്കും. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും, ദൈവശക്തി കൊണ്ട് നിറയും. എല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ച് 2021 കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി, കരുതലിനായി, പരിപാലനയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ. ഈശോയെ ഈശോയെ. ആരാധന 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 ആരാധന. ഈശോ ഈശോ. നന്ദി ഈശോ ഈശോ. നന്ദി യേശുവേ. ഈശോയെ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ. യേശുവേ. ശക്തിയാലല്ല, ബലത്താലല്ല, അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, ബലത്താലല്ല, അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ. നന്ദി യേശുവേ. ഒരായിരം നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. കോർത്ത് പിടിച്ച കാര്യങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് എല്ലാ അനുഗ്രഹങ്ങളെക്കാട്ട് നന്ദി പറ, നന്മകളെക്കാട്ട് നന്ദി പറ. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി, കർത്താവിന്റെ പരിപാലനയ്ക്കായി, കർത്താവ് നൽകിയ സംരക്ഷണത്തിനായി, കർത്താവ് നൽകിയ സൂക്ഷിപ്പിനായി, കർത്താവിന്റെ സ്നേഹത്തിനായി, കർത്താവ് നൽകിയ ഓരോ അനുഗ്രഹത്തിനായി നന്ദിയോടെ നന്ദിയോടെ കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടെ നമ്മൾ ഒരിക്കൽ കൂടെ ഉണർവോടെ പാടി സ്തുതിക്കുന്നു. തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ.
നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ആമേൻ. ഇനി നമ്മൾ ഈ ഒരു നിമിഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 92-ാം സങ്കീർത്തനം 10-ാം വചനം പറയുന്നുണ്ട്, എൻ്റെ ദൈവം എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിങ്. കർത്താവ് നമുക്ക് അല്പം കൂടി ആയുസ് നീട്ടി തന്നത് നമ്മൾ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാനാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുവാനാണ്. കർത്താവിനെ അധികമായി ആരാധിക്കുവാനും സ്നേഹിക്കുവാനുമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ ദൈവകൃപയിൽ വളർത്തുവാനാണ്. നമ്മുടെ ആയുസ് അല്പം കൂടി നമ്മളെക്കാൾ എത്ര ആരോഗ്യമുള്ളവര്, കഴിവുള്ളവര്, പ്രാപ്തിയുള്ള പലരും ഈ പകർച്ചവ്യാധിയുടെ നാളുകളിൽ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് അവർ യാത്രയായി. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നമ്മൾ ഇന്ന് ജീവനോടെ ലോകത്തിലായിരിക്കുന്നത്. കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യമാണ്, കർത്താവിന്റെ ദയയാണ്. ഈ ആയുസ് അവിടെ നീട്ടി തന്നിരിക്കുന്നത് കർത്താവിനെ അധികമായി സ്നേഹിച്ച് സാക്ഷ്യം നൽകുവാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ നോക്കണം. ദിവ്യകാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മ അഭിഷേകം 10,000ങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. സംസന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയപ്പോൾ അലറി വരുന്ന സിംഹം ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ സംസൻ അനുഭവപ്പെടുകയാണ്. ആയുധം കൂടാതെ ആ സിംഹത്തെ അവൻ ചീന്തിക്കളയുകയാണ്. ഏത് പ്രതിസന്ധികളെയും ചവിട്ടി നടക്കുവാൻ, ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മശക്തി ദൈവത്തിന്റെ അഭിഷേകം നിനക്ക് പ്രദാനം ചെയ്യുന്നു. ഗ്ലോറി 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 ഗ്ലോറി. മാതാപിതാക്കളെ കണ്ണുനീരോടെ ഒരു പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു അപ്പനായി, അമ്മയായി, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഭർത്താവായി, ഭാര്യയായി, പരിശുദ്ധാത്മ അഭിഷേകമുള്ള മക്കളായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള സഹോദരന്മാരും സഹോദരിമാരും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള തീ സാന്നിധ്യമുള്ള സമർപ്പിതരായി, വൈദികരായി സഭയിൽ ലോകത്തിൽ പ്രകാശിക്കുവാൻ നമ്മളൊരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ 2022-ൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, സമൂഹത്തിന്റെ മേൽ, നിന്റെ ദേശത്തിന്റെ മേൽ, ഈ ആയിരിക്കുന്ന രാജ്യത്തിന്റെ മേൽ വ്യാപരിക്കുക. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ ശക്തിയോടെ പരിവർത്തിക്കുന്ന സമയം, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം. കർത്താവേ, പകരുക പകരുക പകരുക, 10,000ങ്ങളിലേക്ക് പകരുക, ജനലക്ഷങ്ങളിലേക്ക് പകരുക, അനേകം കുടുംബങ്ങളിലേക്ക് പകരുക, കൂട്ടായ്മകളിലേക്ക് പകരുക, സമർപ്പിത സമൂഹങ്ങളിലേക്ക് പകരുക. കർത്താവേ, പകരുക. റിലീസ്, റിലീസ്, റിലീസ്. ഗ്ലോറി 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 ഗ്ലോറി. Holy Spirit come, Holy Spirit come, come Holy Spirit come, come Holy Spirit come, come Holy Spirit come, come Holy Spirit come, പരിശുദ്ധാത്മാവേ, come Holy Spirit come, come Holy Spirit come, come Holy Spirit come. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയില് 2 പേരായി മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. കുടുംബത്തിലുള്ളവര്, മാതാപിതാക്കള്, ജീവിത പങ്കാളി, മക്കള്, നിങ്ങൾ ആരും ഒറ്റയ്ക്കും തറ്റയ്ക്കും നിൽക്കരുത്. ഇത് ലൈവ് ശുശ്രൂഷയാണ്. ഷെക്കേന സ്റ്റുഡിയോയിൽ പരിശുദ്ധ കുർബാനയെ കർത്താവ് എഴുന്നള്ളിയിരിക്കും. ടീം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനിലേക്കും ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ ശക്തിദായകമായി കൃപ ഒഴുകപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ, നിങ്ങൾ എവിടെയായിരുന്നാലും പറ്റുന്നവരൊക്കെ ഈ 2 പേരായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എല്ലാവരും. വലതുകരം
മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ പതുക്കെ വെക്കുക. ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ തീ വരുവാൻ, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റ് ആ വ്യക്തിയിലേക്ക് വ്യാപരിക്കുക. 2022 വിശ്വാസത്തിന്റെ തീ, വിശുദ്ധിയുടെ തീ, കൃപയുടെ തീ, അഭിഷേകത്തിന്റെ തീ, പ്രാർത്ഥനയുടെ തീ, പരിശുദ്ധാത്മ തീ ഞാൻ കൈവച്ചിരിക്കുന്ന വ്യക്തിയിൽ വ്യാപരിക്കുക. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലേക്ക് കൂട്ടമായ അഭിഷേകം ഇറങ്ങട്ടെ. സമൂഹങ്ങളിലേക്ക് കൂട്ടമായ അഭിഷേകം ഇറങ്ങട്ടെ. ദേശങ്ങളിൽ കൂട്ടമായ അഭിഷേകം വ്യാപരിക്കട്ടെ. സഭ മുഴുവനിലും സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അഭിനന്ദ പിതാക്കന്മാരിൽ, വലിയ വൈദികരിൽ, എല്ലാ സമർപ്പിതരിൽ, സന്യസ്തരിൽ, എല്ലാ കുടുംബസ്ഥരിൽ, എല്ലാ യുവജനങ്ങളിൽ, എല്ലാ കുഞ്ഞുങ്ങളിൽ ആത്മാവിന്റെ തീ പകരട്ടെ. വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വിളിച്ചോ സ്നേഹത്തോടെ വിളിച്ചോ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുവർഷത്തിന് ആവശ്യമായ പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ വ്യാപരിക്കട്ടെ, നിറയട്ടെ, ചലിക്കട്ടെ. ഓരോ കുടുംബത്തിലും, ഓരോ സമൂഹത്തിലും, ഓരോ ദേശത്തിലും, ഓരോ രാജ്യത്തും ഇപ്പോൾ ഈ സമയം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ. പാപത്തിന്റെ സങ്കലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ. സാത്താന്റെ സങ്കലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ആമേൻ, 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 ആമേൻ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങൾ ഷെക്കേന ഈ ന്യൂസിന് വേണ്ടി, മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും ശുശ്രൂഷകളിലും വീശിയടിക്കുവാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും, ജേർണലിസ്റ്റുകളുടെ മേൽ, ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ മേൽ, വീഡിയോ എഡിറ്റേഴ്സിന്റെ മേൽ, ഗ്രാഫിക്സുകാരുടെ മേൽ, ക്യാമറമാൻമാരുടെ മേൽ, ടെക്നിക്കൽ സ്റ്റാഫുകളുടെ മേൽ, മ്യൂസിക് മിനിസ്റ്റർ ചെയ്യുന്നവരുടെ മേൽ, കണ്ടന്റ് ടീമിന്റെ മേൽ, പ്രോഗ്രാം ടീമിന്റെ മേൽ, പ്രൊഡ്യൂസേഴ്സിന്റെ മേൽ എല്ലാം പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശി. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കോർഡിനേറ്റേഴ്സിന്റെ മേൽ എല്ലാം ഈ അഭിഷേകം ഇറങ്ങാം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്. പരിശുദ്ധാത്മാവിന്റെ മിഷൻ ഒപ്പം ശാലോമിന് വേണ്ടി, ഗുഡ്നസിന് വേണ്ടിയും മറ്റെല്ലാ ആത്മീയ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. 2022 അഭിഷേകത്തോടെ ഈ ശുശ്രൂഷകളെല്ലാം മുന്നേറുവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒപ്പം ഈ പുതുവർഷത്തിന്റെ ആരംഭത്തില് ഷെക്കേന ന്യൂസിലൂടെ പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ അമ്മ മാതാവിലൂടെ രൂപം നൽകിയ അന്ത്യകാല പ്രേക്ഷിതർ, യുഗാന്ത്യ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്ന അന്ത്യകാല പ്രേക്ഷിതരെ ഈ കാലത്തിനടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അന്ത്യകാലത്തിന്റെ അഭിഷേകം പ്രാപിച്ച് സഭയെ ശക്തിപ്പെടുത്തുവാൻ, ലോകത്തെ വിശുദ്ധീകരിക്കുന്ന അന്ത്യകാല പ്രേക്ഷിതരെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ പുതുവർഷത്തിൽ ദൈവജനത്തിന് സമ്മാനിക്കുവാനായിട്ട്, അത് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ ജനത്തിന് സമ്മാനമായി നൽകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് തരുന്ന നല്ലൊരു സമ്മാനമാണ് ഈ ന്യൂ ഇയറിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കാനായിട്ട് എല്ലാവർക്കും 2022 പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അഭിവൃദ്ധിയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലായിരുന്നു പരിശുദ്ധ അമ്മ മാതാവിനോട്, ശൗസപിതാവിനോടും കർത്താവ് എല്ലാ വിശുദ്ധരോടും ചേർന്ന് നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി നിന്ന് ഈശോ നൽകുന്ന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറെ ഭയഭക്തിയോടെ, സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ കൃപ വർഷിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ, കൃപകൾ ഉജ്ജ്വലിക്കട്ടെ കർത്താവേ ദൈവജനത്തിന്റെ മേൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന്റെ കൃപകൾക്കായി ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോ ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേക ശക്തിയാൽ ദൈവജനം നിറയട്ടെ. ഹല്ലേലൂയ. യേശു യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.